കാര്യം ഇതിൽ 178 വീടുകളുടെ താക്കോൽദാനം സാങ്കേതികമായി നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലൂടെ താമസിക്കാൻ കഴിയില്ല. അതായത് അതിന് ഇനിയും സമയമെടുക്കും. അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നൊരു ആശ. എന്ത് സാങ്കേതികമായ താക്കോൽദാനം മാത്രമാണ് നടക്കുന്നത് എന്നോ? അപ്പോൾ 178 കുടുംബക്കാരെ താക്കോൽ കൊടുത്ത് അപമാനിക്കുന്ന രീതിയിലേക്കാണോ കൊണ്ടുപോകുന്നത്? ഇത് ശക്തമായി എതിർക്കപ്പെടേണ്ടതല്ലേ? എന്തിനാണ് ഇപ്പോൾ ധൃതിയിൽ സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത്? തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ 51ഓളം വീടുകളുടെ താക്കോൽദാനം 28-ാം തീയതി നടക്കുകയാണ്. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു തട്ടിപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണോ സർക്കാർ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത്? മുസ്ലിം ലീഗ് വെറും താക്കോൽദാനം നടത്തുകയല്ല ചെയ്യുന്നത്. വളരെ ഒരു വീടിന് എന്തൊക്കെ വേണം അതൊക്കെ ചെയ്തുകൊണ്ടാണ് ജനങ്ങൾക്ക് താക്കോൽ കൈമാറുന്നത്. ഇതിനെ മറികടക്കാനായിരിക്കാം സർക്കാർ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത്. പക്ഷേ കേരള ജനത ഇതിനൊന്നും മാപ്പ് നൽകില്ല.